മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരോടുള്ള സർക്കാർ അവഗണനയിൽ UDF പ്രക്ഷോഭത്തിലേക്ക്. 27-ന് ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തും. 28-ന് കളക്ടറേറ്റ് വളയും. സെക്രട്ടേറിയറ്റിലേക്കും സമരം നടത്തുമെന്ന് ടി സിദ്ദിഖ് MLA അറിയിച്ചു. 27-ാം തീയതി കളക്ടറേറ്റ് പടിക്കൽ രാപ്പകൽ സമരം UDFന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 28-ാം തീയതി കളക്ടറേറ്റ് വളയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് UDF നേതൃത്വം കൊടുക്കുക. ദുരന്തബാധിതരായ ആളുകൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുപോലും മനസ്സിലാക്കാതെയാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റെപ്സും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 300 രൂപ അവരെങ്ങനെ ജീവിക്കുന്നു? ജീവനോപാധി തിരിച്ചു കൊടുത്തിട്ടില്ല. ജീവനോപാധി ദിനപത്ര കൊടുക്കുന്നത് നിർത്തി. തുടർ ചികിത്സയുടെ ഉത്തരവാദിത്തം അവർ ഇതുവരെ അത് നിർവഹിച്ചിട്ടില്ല. എവിടെയാണ് പുനരധിവാസം നടക്കാൻ പോകുന്നത്, എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് സർക്കാർ പറഞ്ഞില്ല. 5 സെന്റാണോ 10 സെന്റാണോ എന്നുള്ളത് സർക്കാർ പറയുന്നില്ല. കാർഷിക ഭൂമിയും കാർഷിക വിളകളും നഷ്ടപ്പെട്ടത് എന്ത് തിരിച്ചു കൊടുക്കും എന്നുള്ളതിനെ പറ്റി സർക്കാർ പറയുന്നില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ചും ഒരിടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഇത്രയും ക്രൂരമായ സമീപനം ഈ ദുരന്തബാധിത കമ്മ്യൂണിറ്റിയോട് ഒരു സർക്കാർ ഒരു കാലത്തും കാണിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു വലിയ മനുഷ്യത്വരഹിതമായ നടപടിയാണ്. ഈ നടപടിക്കെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. 27-28 സമരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് UDFന്റെ സമരം വ്യാപിക്കും.